ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് പറയുന്നത് ജൂലൈ 23 ആ ഒരു ഫുൾ ബഡ്ജറ്റാണ്. അപ്പോൾ ബഡ്ജറ്റിൽ വരാൻ പോകുന്ന ഫണ്ട് അലോക്കേഷനും അതുപോലെ ബജറ്റിലെ മറ്റ് പ്രഖ്യാപനങ്ങളും പല സെക്ടറുകളിലെ സ്റ്റോക്കുകളെയും നല്ല തോതിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ബഡ്ജറ്റിന് ശേഷം ഒരു പോസിറ്റീവ് മൂവിന് സാധ്യതയുള്ള 3 സെക്ടറുകളിലെ 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടേതായ പഠനം നടത്തേണ്ടതുണ്ട്. അപ്പോൾ R4Iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഹഡ്കോ ആണ്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന ഫുൾ നെയിമിൽ അറിയപ്പെടുന്ന ഈ ഒരു PSU സ്റ്റോക്ക് പ്രധാനമായിട്ടും ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്ക് ഫിനാൻസ് ചെയ്യുന്ന ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയാണ്. ഇതിൻ്റെ നമ്മൾ ലോൺ ബുക്ക് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രേക്കപ്പ് FY23 നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഹൗസിംഗ് പ്രൊജക്റ്റുകൾക്ക് 54% ഒരു അലോക്കേഷനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾക്ക് 45%, അതുപോലെ നോൺ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾക്ക് വെറും 0.4%, റീറ്റെയിൽ ലോൺ എന്ന് പറയുന്നത് വെറും 0.3%. അപ്പോൾ ഈ ഒരു ലോൺ ബുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവരുടെ ലോൺ ബുക്കിൽ 95% ഇവർ കൊടുക്കുന്നത് സർക്കാർ പ്രൊജക്റ്റുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് ലോൺ ഒരിക്കലും ഡിഫോൾട്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ തിരിച്ചടവുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് ഇവർ ഒരു ലോ റിസ്ക് ബിസിനസ്സിലാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുമായിട്ടും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഹഡ്കോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരുവിധ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ക്ഷാമവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻകമാണ്. ഫൈനാൻസിങ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 35% കാണാം. അപ്പോൾ അത് വർഷങ്ങളായിട്ട് അത് സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൽ 75% ഗവൺമെൻറ് ഹോൾഡിംഗ് ആണുള്ളത്. ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഇതിൽ അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർമ്മല സീതാരാമൻ്റെ ഇൻട്രീം ബഡ്ജറ്റ് 2 കോടി വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോൾ 20% ഒരു മുന്നേറ്റമാണ് ഈ ഹഡ്കോ എന്ന സ്റ്റോക്കിൽ അന്നുണ്ടായത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഈ സ്റ്റോക്കിൻ്റെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ 467% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിലുണ്ടായി. അതായത് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ഓൾറെഡി ഇത് നൽകി കഴിഞ്ഞു. സ്റ്റോക്കിൻ്റെ ഒരു PE റേഷ്യോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് 31.6 എന്ന് കാണാം. 1 ഇയറിൻ്റെ ഒരു മീഡിയൻ PE ആണെങ്കിൽ 14.4. അപ്പോൾ PE റേഷ്യോ ഡബിളായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. ഇൻഡസ്ട്രി PE 21.1. നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ ഈ സ്റ്റോക്ക് ഒരു ഓവർ വാല്യൂഡ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്ത് PSU സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു മുന്നേറ്റം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര ഓവർ വാല്യൂഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് IRFCയുടെ PE റേഷ്യോ ഇപ്പോൾ 44.31. അതുപോലെ ഇരേഡ എന്ന് പറയുന്ന മറ്റൊരു ഫൈനാൻസ് സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 56.96. അതുപോലെ IFCI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകൾക്ക് ലോൺ കൊടുക്കുന്ന ആ ഒരു ഫൈനാൻസ് PSUവിൻ്റെ PE റേഷ്യോ എന്ന് പറയുന്നത് 176.13. അപ്പോൾ ഈ പല സ്റ്റോക്കുകളിലും ഈ ഒരു ഹൈ PE നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ PE വളരെ നോർമലാണ് എന്ന് നമുക്ക് കാണാം. അത് 31.6. അപ്പോൾ ഈ പുതിയ NDA ഗവൺമെൻറ് ഒരു കോലേഷൻ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ അവർ കൂടുതൽ വെൽഫെയർ സ്കീമുകളിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് പൊതുവെ മാർക്കറ്റ് അനുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അഫോർഡബിൾ ഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹഡ്കോയിൽ വലിയൊരു റാലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ആണ്. ഇതൊരു റെയിൽവേ കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിലും ഇവരുടെ പ്രൊജക്റ്റുകൾ കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് സെക്ടറിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ സങ്കീർണമായ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളും ബ്രിഡ്ജസ്, ഹൈവേസ്, അങ്ങനെയുള്ള വലിയ പ്രൊജക്റ്റുകളുടെ നിർമ്മാണ രംഗത്ത് കാണുന്ന ഒരു കമ്പനിയാണ് ഇർക്കോൺ. ഈ കമ്പനിയുടെ ഒരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ടോപ്പ് 250 കോൺട്രാക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 5 കമ്പനികളാണ് ഈ ലിസ്റ്റിലുള്ളത്. അതിലൊന്ന് ഈ പറയുന്ന ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിൽ റെയിൽവേ സെക്ടറിലാണ് ഇവരുടെ പ്രധാന പ്രൊജക്റ്റുകൾ ഇപ്പോൾ നടക്കുന്നത്. 94% റവന്യൂ വരുന്നത് റെയിൽവേ സെക്ടറിൽ നിന്നാണ്. ഹൈവേയിൽ നിന്ന് 5%, മറ്റ് പ്രൊജക്റ്റുകളിൽ നിന്ന് 1% റവന്യൂ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇന്ത്യയിൽ കൂടാതെ ഇൻ്റർനാഷണലായിട്ട് 5ഓളം രാജ്യങ്ങളിൽ, ഇപ്പോൾ ശ്രീലങ്ക, ബംഗ്ലാദേശ്, മലേഷ്യ, സൗത്ത് ആഫ്രിക്ക, അൾജീരിയ പോലെയുള്ള രാജ്യങ്ങളിലും ഇവർക്ക് ഓവർസീസ് പ്രൊജക്ട് ഓഫീസുകൾ നമുക്ക് കാണാൻ കഴിയും.
ഇവരുടെ ഒരു FY24 ഒരു ഓർഡർ ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 32,500 കോടിയുടെ ഒരു ഓർഡർ ബുക്കാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഓർഡർ ബുക്കാണ്. 73% ഓർഡേഴ്സും വരുന്നത് റെയിൽവേയിൽ നിന്നാണ്. ഇതിൽ തന്നെ 21% ഹൈവേ പ്രൊജക്ടുകൾക്കാണ്. അതുപോലെ 6% മറ്റ് പ്രൊജക്ടുകളിൽ നിന്ന് വരുന്നുള്ള ഇവരുടെ ഓർഡർ ബുക്ക്. ഇവരുടെ ഓർഡർ ബുക്കിൽ 91% ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. 9% മാത്രമാണ് ഇന്റർനാഷണൽ ആയിട്ട് നമുക്ക് ഓർഡർ ബുക്ക് കാണുന്നത്. ഈ കമ്പനിയിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റേക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. അതുപോലെ ഈ കമ്പനിയുടെ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഈ കമ്പനി 319% ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. സ്റ്റോക്കിന്റെ PE ഇപ്പോൾ 34.1 മീഡിയൻ PE 9.5 മാത്രമായിരുന്നു. അപ്പോൾ അവിടെ നിന്നും വലിയ തോതിൽ ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE 22.8 ആണ്. ഇപ്പോൾ ഇൻഡസ്ട്രി PEയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഓവർ വാല്യൂഡാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ റെയിൽവേ സെഗ്മെൻറ്റിലുള്ള മറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ RVNL 89.33 എന്ന PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ജൂപ്പിറ്റർ വാഗൺ എന്ന് പറയുന്നത് 86 എന്നുള്ള ഒരു PE ആണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ടിറ്റഗാർ റെയിൽ 78%. റൈറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് 40% PEയിലാണ്. റെയിൽടെൽ എന്ന് പറയുന്ന സ്റ്റോക്ക് 72.26 എന്നുള്ള PEയിലാണ്. അപ്പോൾ മറ്റ് റെയിൽവേ സ്റ്റോക്കുകളെ അപേക്ഷിച്ചിട്ട് PE റേഷ്യോ താരതമ്യേന കുറവ് എന്നുള്ള ഒരു സ്റ്റോക്ക് എന്ന നിലയിലാണ് ഇർക്കോൺ ഇവിടെ പറയാൻ കാരണം. അപ്പോൾ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളുടെ വികസനം തുടരുമെന്നും ബജറ്റ് അലോക്കേഷനിൽ കൂടുതലായിട്ട് ഈ റെയിൽവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇർക്കോണിലുള്ള ഒരു റാലിക്ക് ഇപ്പോൾ കാരണമായിട്ടുള്ളത്. അപ്പോൾ PE റേഷ്യോ താരതമ്യേന കുറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ഈ സ്റ്റോക്കിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്കും കൂടുതലായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കുക. ഇനി അടുത്ത സ്റ്റോക്ക് പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. ഇത് ഒരു ലീഡിംഗ് ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 57% കാണാം CAGR റിട്ടേൺ. അതുപോലെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് 38%. അപ്പോൾ കമ്പനി കൂടാതെ ഒരു ROE 22ന്റെ ഒരു ROE കഴിഞ്ഞ 3 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ ROCE 29% കഴിഞ്ഞ 3 വർഷം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കമ്പനി പൂർണ്ണമായിട്ടും ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അതുപോലെ ഇവരുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നൊക്കെ പറയുന്നത് 91%. ഇത് നല്ലൊരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. അതുപോലെ കമ്പനിയുടെ ഒരു ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 25 days ആണ്. അപ്പോൾ മൊത്തത്തിൽ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് പ്രാജ് ഇൻഡസ്ട്രീസ്. കഴിഞ്ഞ ഒരു വർഷം 78% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് പലപ്പോഴും ഈ ചാനൽ സംസാരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇത്തനോൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് 500 രൂപയിൽ താഴെ പോയിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 48.4 ഇൻഡസ്ട്രി PE 46. അപ്പോൾ അതിനോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മീഡിയൻ PE 36.9 അതിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് ഈ സ്റ്റോക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാജ് ഇൻഡസ്ട്രീസിൻ്റെ PE റേഷ്യോ 85 വരെ പോയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ 2021 ജൂലൈയിൽ ഇതിൻ്റെ PE റേഷ്യോ 85 വരെ പോയിരുന്നു. അന്ന് അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ വെറും 5 മാത്രമായിരുന്നു. ഇന്നാണെങ്കിൽ അതിൻ്റെ ഏർണിംഗ് പെർ ഷെയർ 15 എന്നുള്ള 3 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ PE അതേപോലെ വർദ്ധിച്ചിട്ടില്ല എന്ന് നമുക്ക് മാത്രമല്ല താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 85 എന്നുള്ള PEയിലേക്ക് ഈ സ്റ്റോക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഈ സ്റ്റോക്കിലുണ്ട്. അതുകൊണ്ട് അതുകൂടാതെ ഇപ്പോൾ വരാൻ പോകുന്ന ബജറ്റിൽ ഇത്തനോൾ ബ്ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്കിൽ നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 സ്റ്റോക്കുകൾ ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ ഇതൊരിക്കലും ബൈങ് റെക്കമെൻഡേഷൻ എടുക്കരുത്. കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങളുടേതായ റിസ്ക് റിവാർഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത്തരം സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you for watching. See you next time with another video.